എല്ലാവർക്കും ലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഓട്സ് മിൽക്കിനെ കൊണ്ടാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. പശുവിൻ പാലെല്ലാം അലർജി ഉള്ളവർക്ക് വേണ്ടി ഓട്സ് മിൽക്ക് കൊണ്ട് സ്മൂത്തി ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മക്കാന കൊണ്ടാണ് ഇന്ന് സ്മൂത്തി ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് മക്കാനയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് റോസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അതൊരു പാനിലിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇതാ ഞാനിത് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് മക്കാന എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡാണ്. വളരെയധികം ഫൈബറെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. കാൽസ്യം, പൊട്ടാസ്യം, അയൺ, പ്രോട്ടീൻ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം, കാർബോഹൈഡ്രേറ്റ് എന്നിവയൊക്കെ ഇതിലുണ്ട്. കൂടാതെ ഹെയർ ഗ്രോത്തിനും ഷുഗർ കുറക്കാനും വാർദ്ധക്യം തടയാനും യുവത്വം കൈവരിക്കാനും അമിതവണ്ണം കുറക്കാനും ഒക്കെ ഈ സീഡ് നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ 2 റെസിപ്പിയാണ് ഞാനിത് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതൊന്ന് കാണാം. ഇപ്പോൾ ഇതാ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഈത്തപ്പഴവും ഒരു റോബസ്റ്റ പഴവും ഒരു പകുതി ആപ്പിളും ഒരു 4 കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഓട്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ബാക്കി പാകത്തിന് ലൂസാക്കി എടുത്താൽ മതി. മക്കാന വിത്ത് വെറും പാലിൽ തന്നെ അടിച്ചെടുത്താലും മതി. ഇതൊരു ടേസ്റ്റിനായിട്ട് ഇത് ഫ്രൂട്ട്സ് എല്ലാം ഇടുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ കുറച്ച് പാലൊഴിച്ച് ക്രഷ് ചെയ്തെടുക്കാം. പശുവിൻ പാലൊന്നും പറ്റാത്തവരെ ഇങ്ങനെയുള്ള സ്മൂത്തി അടിക്കുമ്പോൾ എല്ലാം വളരെയധികം കഷ്ടപ്പാടാണ്. ഒന്നും പറ്റാത്ത വിധത്തിലാണ് നമ്മൾ വെള്ളത്തിലല്ലേ അടിച്ചു കുടിക്കുന്നത്. അപ്പോൾ ഈ മിൽക്കെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഈ ഓട്സ് മിൽക്കെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഈ വിത്ത് ഫോക്സ് നട്ട് എന്നും അറിയപ്പെടുന്നു. എരിവോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ മക്കാന വിത്ത് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് റോസ്റ്റ് ചെയ്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇതാ ഞാനിത് ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ലൂസാക്കി എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി പാലൊഴിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മക്കാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതിന് അങ്ങനെ പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ വളരെയധികം ഗുണങ്ങളുള്ള ഒരു സീഡാണ് മക്കാന സീഡ് അല്ലെങ്കിൽ താമര വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ സ്മൂത്തി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഒരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു ഹെൽത്തിയായ സാലഡാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കക്കരി ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാപ്സിക്കാണ്. പച്ച നിറമുള്ള കാപ്സിക്കാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മളിതിലേക്ക് മക്കാനയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്തെടുത്ത മക്കാനയാണ്. ഇതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വേവിച്ചെടുത്ത വെള്ളക്കടലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പോഷകമൂല്യമുള്ളതാണ് വെള്ളക്കടല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സാലഡിലെല്ലാം ഇടുന്ന സവാളയാണ്, വെളുത്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ സവാള ഇട്ടാലും മതി. ഇനി കുറച്ച് ചെറുനാരങ്ങ നീരും ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വെറുതെ കഴിക്കാനും നല്ലത് തന്നെയാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. നമ്മൾ പോപ്കോൺ കഴിക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുക. ഇതാ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള മക്കാന സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതും നിങ്ങൾ ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.